ഓറിയന്റേഷൻ സെക്ഷൻ ആയിട്ട് സേ ഹലോ ടു സെക്ഷൻ, അതായത് ഇന്നത്തെ ഡേ 1 സെക്ഷനിലേക്ക് BA സോഷ്യോളജി ജാനുവരി ബാച്ചിലെ എല്ലാ ലേണേഴ്സിനും ഒരു ഹാർട്ട്ലി വെൽക്കം പറയാണ്. ഇന്ന് നമ്മുടെ ഓറിയന്റേഷന്റെ ഡേ 1 ആണ്. ലേൺ വൈസിലെ സോഷ്യോളജിയുടെ ലേണേഴ്സിന് എന്നെ സുപരിചിതമായിരിക്കും. ഞാൻ നിങ്ങൾക്ക് ഓൺബോർഡിംഗ് സെക്ഷൻസിൽ നമ്മൾ പേഴ്സണലി മീറ്റ് ചെയ്തതാണ്, വീക്ക്ലി കോൾസുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. സോ എന്നാലും ഞാൻ എന്നെ ഒന്നും കൂടെ പരിചയപ്പെടുത്താണ്. എന്റെ പേര് റൂഷ്നാറ, ഞാൻ ലേൺ വൈസിലെ സോഷ്യോളജിയുടെ മെന്റർ ആണ്. സോ എന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ സോഷ്യോളജി കഴിഞ്ഞതാണ്, UGC നെറ്റ് ഹോൾഡർ ആണ്. ഒരു പാസ്റ്റ് 3 years ആയിട്ട് സോഷ്യോളജി ടീച്ചിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനാണ് നിങ്ങളുടെ ലേൺ വൈസിലെ സോഷ്യോളജിയുടെ മെന്റർ ആയിട്ട് വരുന്നത്. സോ ഈ അക്കാഡമിക് ജേർണിയിൽ ത്രൂ ഔട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും എന്റെ ഭാഗത്തു നിന്നും ലേൺ വൈസിന്റെ ഭാഗത്തു നിന്നും എൻഷുർ ചെയ്യുന്നതായിരിക്കും. സോ ഇന്നീ സെക്ഷനിൽ എന്നെ കൂടാതെ ഉള്ളത് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ അർഷന മാം ആണ്. പിന്നെ റെക്കോർഡിംഗ് സൈറ്റിലുള്ളത് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റിലെ രാഖി മാം ആണ്. സോ രാഖി മാമിനെയും അർഷന മാമിനെയും ഞാൻ ഈ ഒരു സെക്ഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അർഷന മാം നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഹായ് എവരിവൺ, ഗുഡ് ഈവനിങ്. എല്ലാവരും ഇങ്ങനെ നമ്മുടെ ഓറിയന്റേഷൻ ഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ഒരു എക്സൈറ്റ്മെന്റിലൊക്കെ നിൽക്കായിരിക്കും. ഓറിയന്റേഷൻ എന്താണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ ആണ്, ഇപ്പൊ എന്തൊക്കെയാ അവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ഐഡിയ ഒന്നും ഉണ്ടാവില്ല. അപ്പം ഇന്നൊരു ഇൻട്രൊഡക്ടറി സെഷൻ ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഫസ്റ്റ് ഡേ സേ ഹെലോ ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ എന്റെ പേര് അർഷന എന്നാണ്. സോ താങ്ക് യു അർഷന മാം. ഞാൻ മാമിന്റെ വീഡിയോ സ്റ്റക്ക് ആണ്. താങ്ക് യു അർഷന മാം. സോ ലേൺ ബേസിലെ കുറിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി തരാം. വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോറിൽ നിന്ന് ഡിഗ്രി പ്രോഗ്രാമും മാസ്റ്റർ ഡിഗ്രി പ്രോഗ്രാംസുകളും ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കേരളത്തിലെ നമ്പർ 1 പ്ലാറ്റ്ഫോം ആണ് ലേൺ വൈസ് എന്ന് പറയുന്നത്. ലേൺ വൈസ് 10ഓളം ഡിഗ്രി പ്രോഗ്രാംസുകൾ ഓഫർ ചെയ്യുന്നുണ്ട്, 8ഓളം PG പ്രോഗ്രാംസുകളും ഓഫർ ചെയ്യുന്നുണ്ട്. ഡിഗ്രി പ്രോഗ്രാംസുകൾ പറയുന്നത് BA സോഷ്യോളജി, BA ഹിസ്റ്ററി പ്രോഗ്രാംസുകൾ ഓഫർ ചെയ്യുന്നുണ്ട്, BA എക്കണോമിക്സ്, BA സൈക്കോളജി, BA പൊളിറ്റിക്കൽ സയൻസ്, BCom, BBA, MBCA, BSW, BA ഇംഗ്ലീഷ് പ്രോഗ്രാമുകളാണ് UG പ്രോഗ്രാമുകളായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. PG കോഴ്സസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് MA സോഷ്യോളജി, MA ഹിസ്റ്ററി, MA എക്കണോമിക്സ്, MA സൈക്കോളജി, MCom, MPA, MSW, MA ഇംഗ്ലീഷ് പ്രോഗ്രാംസുകളാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. സോ ഡിസ്റ്റൻസ് ആയിട്ട് എഡ്യൂക്കേഷൻ നിങ്ങൾ എടുക്കുമ്പോൾ മിക്ക ലേണേഴ്സും ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറയുന്നത്, കാരണം നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഇല്ല, നിങ്ങൾക്ക് ക്ലാസ് റൂം സപ്പോർട്ട് ഇല്ല, നിങ്ങൾക്ക് പിയർ ഗ്രൂപ്പ്സുകൾ ഇല്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ലാതെയാണ് മിക്ക ലേണേഴ്സും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻസ് ഡ്രോപ്പ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ലേൺ വൈസിന്റെ ഒരു ലേണേഴ്സിനും ഒരു ഇഷ്യൂസും ഫേസ് ചെയ്യില്ല. നമ്മൾ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ടൈം ടേബിൾസും ക്ലാസ്സസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ലേൺ വൈസിലെ മൊബൈൽ ആപ്പ് വഴിയിട്ടാണ് നമ്മൾ മാതൃഭാഷയിലാണ് കൃത്യമായ മെന്റർഷിപ്പോട് കൂടിയിട്ടുള്ള ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ ലേണേഴ്സിന്റെ സ്ട്രെങ്ത്തും കാപ്പബിലിറ്റീസും വീക്ക്നെസ്സും കഴിവുകളും കുറവുകളും ഒക്കെ മനസ്സിലാക്കിയിട്ട് അവർക്ക് കൃത്യമായിട്ട് പഠിക്കാൻ വിധത്തിനാണ് ഓരോ പ്രോഗ്രാംസുകളും നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിനനുസരിച്ചിട്ടുള്ള ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് തരുന്നത്. സോ പകുതി വഴിക്ക് പഠിത്തം നിന്ന് പോയവർക്ക് ഒന്നും ഒരു വിഷമവും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല, കാരണം കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പ് ഗൈഡൻസ് നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ വ്യക്തമായിട്ട് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോമ്പീറ്റൻസി അസസ്മെന്റ് പ്രോഗ്രാംസുകൾ തരുന്നുണ്ട്. ആ കോമ്പീറ്റൻസി അസസ്മെന്റ് പ്രോഗ്രാംസ് വഴിയിട്ട് നിങ്ങൾ ഓരോരുത്തരുടെ കേപ്പബിലിറ്റീസും നമ്മൾ മനസ്സിലാക്കി എടുത്തിട്ടാണ് നിങ്ങൾക്ക് അതിനുള്ള ഇത് തരുന്നത്. സോ പഠനത്തോടൊപ്പം തന്നെ നമ്മൾ അപ്സ്കില്ലിംഗ് പ്രോഗ്രാംസുകളും കരിയർ എൻഹാൻസ്മെന്റ് പ്രോഗ്രാംസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡഡ് വീഡിയോ ലെക്ചേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വാല്യൂ ആഡഡ് മെറ്റീരിയൽസ് തരുന്നുണ്ട്. എക്സാം പീഡിയ, എക്സാം സ്പെഷ്യൽ ഗൈഡ് ലൈൻസുകൾ, അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒബ്ജക്റ്റീവ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനാലിസിസ് നമ്മൾ നടത്തുന്നുണ്ട്. വർക്ക് ബുക്ക്, ആൻസർ ഫയൽസ്, ഇങ്ങനെ ഓരോന്നും ഓരോ ലേണേഴ്സിനും കൃത്യമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് നമ്മൾ ഹാപ്പിനെസ് അംബാസിഡറും ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമും എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആണ് ലേൺ വൈസിന്റെ. അതായത് ഹാപ്പിനെസ് അംബാസിഡറും ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം, അതായത് ഓരോ ലേണേഴ്സും, കാരണം മിക്ക ലേണേഴ്സും പറയുന്നതാണ് നമുക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഇംഗ്ലീഷ് എഴുതാൻ അറിയില്ല, ഒരു 2 സെന്റൻസ് ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റിയില്ലെങ്കിൽ മലയാളത്തിൽ കേൾക്കുന്ന ക്ലാസ്സുകൾ നമുക്ക് മുന്നോട്ട് പഠിക്കാനായിട്ട് എളുപ്പം ഉണ്ടായിരുന്നു, എക്സാമിന് നമുക്ക് ആ സെന്റൻസ് എങ്കിലും എഴുതി വെക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ പല ലേണേഴ്സും പറയുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നിങ്ങളുടെ മുന്നിലേക്ക് ഓഫർ ചെയ്യുന്നത്. കാരണം ആ ഒരു പ്രോഗ്രാം വഴി നിങ്ങൾക്ക് ബേസിക് ലെവലിൽ നിന്ന് അഡ്വാൻസ് ലെവലിലേക്ക് നിങ്ങളുടെ ഇംഗ്ലീഷിന്റെ നോളേജ് എൻഹാൻസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഈ ഒരു സെക്ഷൻ, അതായത് ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത് സേ ഹലോ ടു ആണ്. അതായത് നിങ്ങളുടെ കൂടെയുള്ള ബാച്ച്മേറ്റ്സിനെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ്.
അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ കമ്പൽസറി ആയിട്ടും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ആണ് ഈ ഒരു സെക്ഷന്റെ സക്സസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു സെക്ഷൻ ആയിട്ടല്ല ഉള്ളത്, നമുക്ക് ഓറിയന്റേഷൻ ഒത്തിരി സെക്ഷൻസ് ഉണ്ട്. ആ ഒത്തിരി സെക്ഷൻസ് ഉള്ളതെന്ന് പറയുന്നത് ലാംഗ്വേജിനെ കുറിച്ച് അറിയാനും ഇഗ്നോനെ കുറിച്ച് അറിയാനും സിലബസിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഹാപ്പിനെസ് അംബാസിഡർ, നിങ്ങൾ ഈ ഒരു സബ്ജക്ട് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്, അതൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ്ലി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാക്കേജ് ആണ് നമ്മൾ തരുന്നത്. സോ ഈ ഒരു ലേൺ വൈസിന്റെ ഈ ഒരു ജേർണിയിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ ഒന്നുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു സെക്ഷൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ബാച്ച്മേറ്റ്സിനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ കൂടെയുള്ള ആൾക്കാരെയൊക്കെ പരിചയപ്പെടില്ല. നമ്മൾ ഫസ്റ്റ് ഡേ അങ്ങനെയല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതേപോലെ ഒരു ഡേ ആണ് ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട് ദ സെക്ഷൻ. പ്ലീസ് എൻഷുർ യുവർ മാക്സിമം പാർട്ടിസിപ്പേഷൻ ഫ്രം യുവർ സൈഡ്. എല്ലാവരും വീഡിയോ ഒന്ന് ഓൺ ആക്കുക. നിങ്ങൾ വീഡിയോ ഓൺ ആക്കുക, കാരണം നമുക്ക് ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ആക്കിയേ. ഓരോരുത്തരും ഓൺ ആക്കുന്നുണ്ടല്ലോ. വിഷ്ണു ഓൺ ആക്കി. ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ഓൺ ആക്കിയേ. എല്ലാരും വീഡിയോ ഒക്കെ ഓൺ ആക്കൂട്ടോ. നമ്മളെല്ലാരും ഫസ്റ്റ് ടൈം കാണുകയാണ്. ഇപ്പൊ നിങ്ങൾ എല്ലാരും പരിചയപ്പെടുമ്പോ നിങ്ങൾക്ക് തന്നെ അറിയാലോ നിങ്ങളുടെ ബാച്ച്മേറ്റ്സ് ആരൊക്കെ ഇവിടെ പ്രസന്റ് ആണ്. ചിലപ്പോ ഇനി പുറത്തുനിന്നൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഇത് എന്റെ കൂടെ ലേൺ വൈസിൽ പഠിക്കുന്ന ബാച്ച്മേറ്റ് ആണെന്നൊക്കെ പറയാല്ലേ. മാക്സിമം എന്റെ പേരൊന്ന് റീനെയിം ചെയ്യായിരുന്നു അല്ലെ? ആരുടെ ഐഫോൺ മിക്ക പേരുമുണ്ട്. കുറച്ച് ആൾക്കാരുടെ പേരുകൾ മാത്രമാണ് ഫോണിന്റെ നെയിം വരുന്നത്. അപ്പൊ അതൊന്ന് മാറ്റിയിട്ട് നിങ്ങളുടെ പേര് സേവ് ചെയ്യാനായിട്ട് പറ്റും. സോ അതൊന്ന് ചെയ്യുക കേട്ടോ. ബാക്കിയുള്ള ലേണേഴ്സ്, എല്ലാ ലേണേഴ്സും ഒന്ന് വീഡിയോ ഓൺ ആക്കിയേ. നമുക്കൊന്ന് ഫേസ് ടു ഫേസ് കണ്ട് സംസാരിക്കാൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ബാച്ച്മേറ്റ്സിനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനാണ്. അപ്പൊ എല്ലാവരുടെ ഭാഗത്തു നിന്നുള്ള പാർട്ടിസിപ്പേഷൻ വേണം, എന്നാൽ മാത്രമേ ഈ ഒരു സെക്ഷന് ഒരു സക്സസ് ഉണ്ടാവുള്ളൂ. ഈ ഒരു സെക്ഷന്റെ സക്സസ് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അമൃത, പൂജ, ബാക്ക്ഗ്രൗണ്ട് അല്ല അതൊക്കെയാണ് പറയുന്നത്. അതൊന്നും സാരമില്ല. നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് അല്ല എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പ്രശ്നമുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് അവര് വീഡിയോ ഓൺ ആക്കാത്തത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് അറിയാലോ, ഇപ്പം നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഒക്കെ തന്നു അല്ലേ റോഷനാര മാം? എന്താണ് നമ്മുടെ ലേൺ വൈസ്, എന്താണ് നമ്മുടെ ഓറിയന്റേഷൻ, എന്താണ് ഈ ഒരു 10 days എങ്ങനെയായിരിക്കും പോകുന്നുണ്ടാവുക എന്നൊക്കെ ഒരു കംപ്ലീറ്റ് ഒരു ഐഡിയ ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കൊരു ഇൻട്രൊഡക്ഷൻ സെഷൻ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കൊരു എൻജോയ്മെന്റ് ഒക്കെ വേണം, കുറച്ച് ഗെയിമുകൾ വേണം അല്ലെ? എന്നാലെങ്കിലും ഒരു രസമുള്ളൂ. നമ്മൾ ഫസ്റ്റ് ഒരു കോളേജിൽ പഠിക്കാൻ പോകുമ്പോൾ അതേ ഒരു ഫീല് നമുക്ക് വേണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് കുറച്ച് ഗെയിമുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ നമ്മൾ ഓരോരുത്തരെയും പരിചയപ്പെടാനായിട്ട് പോവാണ്. അപ്പൊ നിങ്ങൾ പരിചയപ്പെടുന്ന സമയത്ത്, ഓരോ ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും നിങ്ങളുടെ ഒരു ബെസ്റ്റ് ക്വാളിറ്റി കൂടി നിങ്ങൾ പറയാം. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ പേര് പറയുമ്പോൾ ഞാൻ പറയാണ്, എന്റെ പേര് അർഷാന. അപ്പം എന്റെ ഒരു ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് ഞാൻ പറയുമ്പോൾ ഞാൻ ഞാൻ നല്ലൊരു ലിസണർ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ആളുകളുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ലിസൺ ചെയ്യുന്ന ഒരാളാണ്, ആൾക്കാർ സംസാരിക്കുമ്പോൾ ഒക്കെ എന്നുള്ള എന്റെ ഒരു ക്വാളിറ്റി ഞാൻ പറഞ്ഞു. അപ്പൊ അതേപോലെ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ബെസ്റ്റ് ക്വാളിറ്റി കൂടി നിങ്ങൾ പെട്ടെന്നൊന്ന് ആലോചിച്ച് വെക്കുക. എന്നിട്ട് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേര് പറയാം, എന്നിട്ട് ആ ഒരു ബെസ്റ്റ് ക്വാളിറ്റി നിങ്ങളുടെ എന്താണെന്നും കൂടി ഒന്ന് പറയാം കേട്ടോ. അപ്പൊ അങ്ങനെ ആയിരിക്കണം നമ്മുടെ ആ ഒരു ഇൻട്രൊഡക്ഷൻ സെഷൻ പോകുന്നത്. അപ്പോൾ 2-3 പേര് ഇൻട്രൊഡ്യൂസ് ചെയ്ത ശേഷം നമുക്കൊരു കുഞ്ഞു ഗെയിമിലേക്ക് പോവാം. അതിനുശേഷം ബാക്കിയുള്ളവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെയായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവാം. അപ്പൊ ആരാണ് ഇന്ന് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്? ആരാണ് മുന്നോട്ട് വരുന്നത്? അതെ, സ്വന്തമായിട്ടൊന്ന് വോളണ്ടിയർ ചെയ്തിട്ട് ആരാ വരുന്നത് നോക്കാം. നമുക്ക് അൺമ്യൂട്ട് ആക്കിയിട്ട് സംസാരിച്ചോളൂ. മുന്നോട്ട് വരൂ, നമുക്ക് ഓരോരുത്തരായിട്ട് നമുക്ക് പരിചയപ്പെടാം. അതെ, നമ്മൾ ഓരോരുത്തരെയും പേരെടുത്ത് വിളിക്കാം. അപ്പൊ അങ്ങനെ ഇനിഷ്യേറ്റീവ് എടുത്ത് വന്നു കഴിഞ്ഞാൽ അതന്നെ ഒരു ക്വാളിറ്റി ആയില്ലേ അല്ലേ? അതെ, ആരോ പറയുന്നുണ്ട്. ആരും കാണുന്നില്ലല്ലോ. ആരാണ്? ഗംഗയാണോ? യാസിദാണ് തോന്നുന്നു. കേൾക്കുന്നുണ്ട് യാസിദ്. ക്ലിയർ ആണ്, പറയൂ യാസിദ്. ഞാൻ ഫസ്റ്റത്തെ ഒരു 4 മിനിറ്റ് ഒന്നും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല, കാരണം വീഡിയോ ഓൺ ആക്കിയിട്ട് അതിനൊന്നും സൗണ്ട് കിട്ടിയില്ലായിരുന്നു. മനസ്സിലായില്ല. ഹലോ, ക്ലിയർ ആയില്ല പറഞ്ഞത്. യാസിദിന് ആദ്യത്തെ വീഡിയോസിന് കുറച്ച് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാണ് യാസിദ് പറഞ്ഞിട്ടുള്ളത്. റേഞ്ച് ഇഷ്യൂസ് എന്തെങ്കിലും യാസിദ് പറഞ്ഞോളൂ. ഞാൻ ചോദിക്കുന്ന ഇൻട്രൊഡക്ഷൻ എങ്ങനെ മനസ്സിലായില്ല. ഇൻട്രൊഡക്ഷൻ നമ്മൾ ഒരു നല്ലൊരു ക്വാളിറ്റി പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും.
ഓരോ ലേണേഴ്സും നല്ല അവരുടെ ഒരു ക്വാളിറ്റി കാണുമല്ലോ. അപ്പൊ ഓരോരുത്തർക്കും ഞാൻ ബ്യൂട്ടിഫുൾ ആണ്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടാവില്ലേ ഓരോ ലേണർക്കും? ഓക്കെ ഓക്കെ ഓക്കെ. എന്റെ നല്ലൊരു ക്വാളിറ്റി ഞാൻ മനസ്സിലാക്കിയത് റീഡിംഗ് ആണ്. എന്ത് ബുക്ക് കിട്ടി കഴിഞ്ഞാലും വായിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഓക്കെ, അത്രക്കും നല്ല ക്വാളിറ്റി കാണുന്നു, വേറൊന്നും. ഓക്കെ, എന്റെ പേര് മുഹമ്മദ് യസീദ്. ഞാൻ മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ്. ഇപ്പൊ താമസിക്കുന്ന ബീഹാറിൽ. 15 വർഷമായിട്ട് ബീഹാറിലാണ് താമസിക്കുന്നത്. ഒരു പ്രൈവറ്റ് സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ യാസിദ്. ഇപ്പൊ യാസിദ് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. യാസിദ്, ഇനി ആരാണ് താങ്ക് യു. ഇനി ആരാണ് മുന്നോട്ട് വരുന്നത് പരിചയപ്പെടാൻ വേണ്ടിട്ട്? ഫസ്റ്റില് സംസാരിക്കുന്നതുകൊണ്ടാന്ന് തോന്നുന്നു ഈ ഒരു ചെറിയ മടിയും കാര്യങ്ങളൊക്കെ അല്ലേ പറയാനൊക്കെ സംസാരിക്കാനൊക്കെ. അതൊന്നും വേണ്ട, നമ്മളെല്ലാരും ഇനി ത്രൂ ഔട്ട് കാണാനായിട്ട് പോകുന്ന ആൾക്കാരായിരിക്കും എല്ലാ ഓൺലൈൻ മീറ്റിങ്ങുകളിലൊക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫെമിലിയർ ആവാനായിട്ട് പോകുന്ന ആൾക്കാരാണ്. ഇപ്പോഴാണ് നമ്മുടെ ആ ഒരു ഇൻട്രൊഡക്ഷന്റെ സ്റ്റേജ് എന്ന് പറയുന്നത്. സോ ഇനി അടുത്ത അടുത്ത വരുന്നുണ്ട്. അരുൺ സംസാരിച്ചോളൂ. മേഡം കേൾക്കുന്നുണ്ടോ? അരുൺ കുമാർ. മേഡം എന്റെ പേര് അരുൺ. എന്റെ പേര് അരുൺ. ഞാൻ എന്റെ വീട് കൊയിലാണ്ടിയാണ്. അപ്പൊ ഞാനിവിടെ ഒരു ഫൈനാൻസിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. എന്റെ ഒരു നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് വായിക്കും, പിന്നെ എഴുതാറുണ്ട്. 2 വർഷം മുന്നേ ഒരു സ്ക്രിപ്റ്റ് എഴുതി, ഒരു ഷോർട്ട് ഫിലിം ഡയറക്റ്റ് എഴുതി. വെരി ഗുഡ്. ഇപ്പോഴും സമയം കിട്ടുമ്പോൾ എഴുതുന്നുണ്ട്, വായിക്കാനും ശ്രമിക്കുന്നുണ്ട്, യാത്ര ചെയ്യുന്നുണ്ട്. പിന്നെ ജോലിന്റെ പ്രഷറായിട്ട് ഇപ്പോഴും ഓഫീസിൽ നിന്ന് ഇറങ്ങിയില്ല, ഓഫീസിനായിരിക്കുന്നത്. ഓഫീസിൽ നിന്ന് തന്നെ കോൾ എടുക്കേണ്ടി വന്നു. അപ്പോ ഇനിയിപ്പോ ബാക്കിയുള്ളവരെയും പരിചയപ്പെടാം. ഓക്കെ, ഫൈൻ. താങ്ക് യു അരുൺ, താങ്ക് യു സോ മച്ച്. ഇനി ആരാണ് മുന്നോട്ട് വരുന്നത്? ഒരാൾ കൂടെ മുന്നോട്ട് വരാവോ? നമുക്ക് എന്നതൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഗെയിമിലോട്ട് പോവാം. ആരാണ് ഇനി മുന്നോട്ട് വരുന്നത്? ഹലോ, ആരോ പറയുന്നുണ്ട്. ഹലോ മാം. ജ്യോതി കേൾക്കുന്നുണ്ട്. ജ്യോതി ഒന്ന് വീഡിയോ ഓൺ ആക്കാവോ? ജ്യോതി പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. എന്റെ പേര് ജ്യോതി മാം. ഞാൻ ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയിലാണ്. എന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഗ്രാഫിക് ഡിസൈനറാണ്. അതില് ഞാൻ ഹാർഡ് വർക്ക് നല്ലപോലെ ചെയ്തു കൊടുക്കും. അതാണ് എൻ്റെ ഒരു ക്വാളിറ്റി. എന്ന് വെച്ചാൽ പ്രായമുള്ളവര് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ അവര് അങ്ങ് കൊണ്ടോണായിട്ട് ചെയ്യാനായിട്ട് താല്പര്യപ്പെടില്ല ഒരു സ്ഥാപനത്തിൽ ചെന്നാലും. പക്ഷെ അവര് നല്ല ഇതായിട്ട് എത്ര ദൂരെ നിന്നാണെങ്കിലും എൻ്റെ അടുത്ത് അവർ ക്ഷമയോടെ വന്നിരുന്ന് ചെയ്യും. അതെന്റെ ഒരു ക്വാളിറ്റി. അവരത് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം ഭയങ്കര അവര് ക്വാളിറ്റിയാണ്. മറ്റുള്ളവരെ കേൾക്കാനും മനസ്സിലാക്കാനും പറ്റുന്നത് വളരെ നല്ലൊരു ക്വാളിറ്റിയാണ്. ഓക്കെ, താങ്ക് യു ജ്യോതി. അപ്പൊ നമുക്ക് ചെറിയൊരു ഗെയിമിലോട്ട് പോവാം അല്ലെ? സോ ഈ ഒരു ഗെയിമിന്റെ റൂൾ എന്ന് പറയുന്നത്, ഈ നമ്മൾ പിക്ചറിൽ കാണുന്ന പ്ലേസും അതിന്റെ സ്പോട്ടും നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ഇതാണ് ഈ ഒരു ഗെയിമിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, കേരളത്തിലെ കുറച്ച് സ്ഥലങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഈ ഒരു ഇമേജ് ഏതാണെന്നുള്ള അറിയോ? കേരളത്തിൽ ഈ ഒരു സ്ഥലം എവിടെയാണ് എന്നുള്ളത് പലരും കണ്ടിട്ടുണ്ടാവുന്ന ഒരു സ്ഥലമാണിത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരാള് മട്ടാഞ്ചേരി എന്ന് പറഞ്ഞിട്ടുണ്ട്, അർഷീൻ പറഞ്ഞിട്ടുണ്ട് മട്ടാഞ്ചേരി എന്ന്. മട്ടാഞ്ചേരിയിൽ പോയിട്ടുണ്ടോ? ആർക്കും അറിയില്ല? വേറെ ആരും പോയിട്ടില്ല തോന്നണ്ടല്ലേ ഈ ഒരു സ്ഥലത്ത്? വേറെ ആർക്കും അറിയില്ല. നമുക്ക് നോക്കാം അർഷീൻ പറഞ്ഞത് കറക്റ്റ് ആണോ. നോക്കാം. നോ ഐഡിയ. ഓക്കെ, അപ്പൊ മട്ടാഞ്ചേരി പാലസ് തന്നെയാണ്. ഇനി അടുത്ത് നോക്കാം. കൺഗ്രാറ്റ്സ് അർഷീൻ, കൺഗ്രാറ്റ്സ്. അപ്പൊ അർഷീൻ ഓൾറെഡി വിസിറ്റ് ചെയ്തിട്ടുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. അപ്പൊ നല്ല ഫെമിലിയർ ആയിട്ട് ഉള്ള ഒരു സ്ഥലം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. സോ അപ്പൊ നെക്സ്റ്റിലേക്ക് പോവാം. ഇത് എവിടെയാണെന്നുള്ള അറിയോ? ഇതെല്ലാവർക്കും അറിയാവുമായിരിക്കുമല്ലോ, പെട്ടെന്ന് തന്നെ കിട്ടേണ്ടതാണ്. തൃശ്ശൂരാണ്. പക്ഷെ ഇത് എന്താണ്? വടക്കുന്നാഥ ക്ഷേത്രം. ആരാ പറഞ്ഞ? അമൃതാണ് പറഞ്ഞത്. അമൃത വടക്കുന്നാഥൻ ടെമ്പിൾ ആണത്. നമുക്ക് നോക്കാം. ഈ തൃശ്ശൂർ പൂരമൊക്കെ കാണുന്നവർ എപ്പോഴും കാണുന്ന ഒരു ഫ്രണ്ടിൽ കാണുന്ന ഒരു സ്ഥലമാണ് ഇത്. അപ്പം എല്ലാവർക്കും പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചപ്പം 1-2 പേര് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വടക്കുന്നാഥൻ ടെമ്പിൾ തന്നെയാണ്. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോവാം.
അല്ല അർച്ചന മാം, നമുക്ക് ഇവിടെ റിയാക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇവർക്ക് കൺഗ്രാജുലേറ്റ് ചെയ്യണമെങ്കിൽ, എക്സൈറ്റ്മെന്റ് കാണിക്കണമെങ്കിലോ റിയാക്ഷൻസ് യൂസ് ചെയ്യാം അല്ലേ? അതെ 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 അതെ. പിന്നെ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരാണ്, അപ്പൊ നിങ്ങൾ പരിചയപ്പെട്ടവരാണ്, അപ്പൊ അവര് ഓരോരുത്തരും ഈ ഒരു കാര്യങ്ങൾ ആൻസേഴ്സ് ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അവരൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഒരാൾ ആൻസർ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ഈ ഒരു പ്ലേസ് അല്ലേ, ഇത് വളരെ കുറെ ഫിലിമിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. പിന്നെ നേരിട്ട് പോയി കണ്ടവരും ഒരുപാട് പേരുണ്ടാവും. ഇപ്പൊ എല്ലാരും ട്രാവൽ ചെയ്യുന്ന ആൾക്കാരല്ലേ. പ്ലേസും കൂടെയാണ്. കാസർഗോഡ് ബേക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പ് അർഷീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേക്കൽ ഫോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് നോക്കാം. കാസർഗോഡാണ്. നിഖിലിന് ഈ ഒരു ഫോർട്ടിന്റെ പേര് അറിയില്ല? അപ്പൊ ബേക്കൽ ഫോർട്ട് ആണല്ലേ, കാസർഗോഡ് ബേക്കൽ ഫോർട്ട് തന്നെയാണ്. അർഷീൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാന്ന് തോന്നുന്നുണ്ട് കേട്ടോ, റോഷ്നാര മാം. അതെ. ഓക്കെ, സോ അപ്പൊ നമുക്ക് നെക്സ്റ്റിലോട്ട് പോവാം. ഇതെവിടെയാന്നുള്ള അറിയോ? കൊല്ലം ചടയമംഗലം. അതാരാണ്? ചടയമംഗലം വളരെ റീസെന്റ് ആയിട്ട് നമ്മുടെ ടൂറിസം ഇതിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ജഡായിപ്പാറ. ജഡായുപ്പാറ. യെസ്, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് കൊല്ലമുള്ള ജഡായിപ്പാറ തന്നെയാണ് ചടയമംഗലം അല്ലെ. ചടയമംഗലം ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പോസ്റ്ററുള്ള ഒരു ചിത്രം. ഇതായിട്ട് പണ്ട് മുതലേ നിൽക്കുന്ന ഒരു ഈ ഒരു സ്കൾപ്ചർ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് റീസെന്റ് ആണ് ഇത്രയും ഒരു പിന്നെ എന്താണ് അതിൻ്റെ ഉള്ള ഒരു റെക്കഗ്നീഷൻ എല്ലാം കിട്ടിയത്. സോ നെക്സ്റ്റ് എന്താണ്? ഇത് പിന്നെ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്ഥലമാണല്ലോ, എല്ലാവർക്കും ഫെമിലിയർ അല്ലേ? ഇതെവിടെയാണ്? ആർക്കും അറിയില്ലേ ഈ ഒരു ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം? ആർക്കും അറിയില്ല. ന്യൂസിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ട് നിന്നിട്ടുള്ള ഒരു പ്ലേസ് ആണല്ലോ ഇത്. ഓക്കെ, നിഖില് പറഞ്ഞിട്ടുണ്ട് ആർച്ച് ഡാം ഇടുക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രമോദ് പറഞ്ഞിട്ടുണ്ട് ഇടുക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇടുക്കി എന്ന് പറഞ്ഞാൽ പോരാ, ആക്ച്വലി ഇടുക്കിയില് ഒരുപാട് ഡാമുകളുണ്ട്. അപ്പൊ ഇത് ഇടുക്കി ആർച്ച് ഡാം ആണ്. ഒരാള് മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. മുല്ലപ്പെരിയാറാണോ ഇത്? മുല്ലപ്പെരിയാറാണോ? ഓക്കെ, ഇത് ഇടുക്കി ആർച്ച് ഡാം ആണ് കേട്ടോ. സോ കൺഗ്രാറ്റുലേഷൻ നിഖിൽ. നിഖിലാണ് ഫസ്റ്റ് ആൻസർ പറഞ്ഞത്. സോ മാം, നമുക്ക് ഇനി കുറച്ച് ലേണേഴ്സിനെ കൂടെ നമുക്ക് പരിചയപ്പെടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഗെയിമിലോട്ട് പോവാം. യെസ് യെസ് യെസ്. സോ ഇനി ആരാണ് നമ്മൾ പരിചയപ്പെടാൻ വിട്ടുപോയിട്ടുള്ള ആൾക്കാരൊക്കെ ആരൊക്കെയാണ്? യെസ്, ആരൊക്കെയാണ് വരുന്നത്? നിഖിലിനെ നമ്മൾ പരിചയപ്പെട്ടിരുന്നോ? നിഖിലിനെ നമ്മൾ പരിചയപ്പെട്ടില്ല. അപ്പൊ നിഖിലിനെ തന്നെ ഫസ്റ്റ് പരിചയപ്പെടാം. നിഖിൽ, മാഡം വീഡിയോ ഒന്ന് ഓണാക്കാവോ നിഖിലെ? ഓണാക്കാം. പറഞ്ഞോളൂ. എന്റെ പേര് നിഖിൽ. ഞാനിവിടെ ഇപ്പോ നാട്ടിലല്ല, ജോലി ചെയ്യുന്നത് ഇവിടെ ജാർഖണ്ഡിലാണ്. ജാർഖണ്ഡില് റാഞ്ചിയിലാണ്. റാഞ്ചിയില് ഇവിടെ റാഞ്ചി എയർപോർട്ടിലാണ്. CISF-ലാണ്, ഫോഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. CISF-ലാണ്. പിന്നെ എനിക്ക് ക്വാളിറ്റി അങ്ങനെ പ്രത്യേകിച്ച് ക്വാളിറ്റി എനിക്ക് തോന്നിയിട്ടില്ല. ഉണ്ടാവോ ഒരു സ്പെഷ്യൽ ക്വാളിറ്റി ഇല്ലാത്ത ക്വാളിറ്റി ഉണ്ട്? എന്തെന്നാ ആലോചിച്ച് നോക്കിക്കേ. എനിക്ക് അങ്ങനെ ഈ പ്രൊഫഷനിൽ തന്നെ ഉണ്ടല്ലോ അല്ലെ, ഒത്തിരി ക്വാളിറ്റീസ് ഉള്ള ഒരാൾക്ക്. നമുക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഇല്ലേ? പ്രൊഫഷനല്ലേ ഇത്? എനിക്ക് ഈ പ്രൊഫഷൻ ചൂസ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? അയ്യോ, അങ്ങനൊന്നുമില്ല. ഇത് കിട്ടിയപ്പോ ഇതിന് പോന്നു. അത് കൊള്ളാം. ഓക്കെ, എന്നാലും ഒരു ക്വാളിറ്റി ഉണ്ടാവും കേട്ടോ. ഇപ്പൊ അത് ഇൻ കേസ് നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇതിന്റെ അവസാന സമയമാകുമ്പോൾ ചോദിക്കും നിഖിലിന്റെ അടുത്ത് എന്താണ് ആ ക്വാളിറ്റി. അപ്പോഴേക്കും നിഖിൽ കണ്ടു പറയണം കേട്ടോ നമ്മളെ അടുത്ത്. ഇതൊക്കെ എല്ലാവരും ഇങ്ങനെ ഓരോ ക്വാളിറ്റീസ് ഓർത്ത് പറയാ. അപ്പൊ ഈ ഒരു സെഷൻ ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് നിഖിലിന്റെ അടുത്ത് ഒന്നുകൂടി ചോദിക്കണം കേട്ടോ, റോഷ്നാര മാം എന്താണ് ആ ക്വാളിറ്റി എന്നുള്ളത്. ഓക്കെ അല്ലേ നിഖിൽ? എനിക്ക് എന്താണ് നല്ല. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, സോ അപ്പൊ നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. അടുത്തത് ആരാണ്? ഫിജോ. ഫിജോനെ പരിചയപ്പെട്ടാലോ നമുക്ക്? ഹലോ ഫിജോ, കേൾക്കാമോ? ഒന്ന് വീഡിയോ ഓൺ ആക്കി പറയാമോ? ഫിജോ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ?
ഫിജോ ഭയങ്കര ഫുട്ബോൾ ഫാൻ ആണെന്നൊക്കെ തോന്നുന്നു, ജേഴ്സി ഒക്കെ ഇട്ടാണ് ഇരിക്കുന്നത്. എന്റെ പേര് ഫിജോ. ഞാനിവിടെ ട്രിവാൻഡ്രത്താണ്. ഞാനിവിടെ ലുലു ലോജിസ്റ്റിക്സിലാണ് വർക്ക് ചെയ്യുന്നത്. ക്വാളിറ്റി എന്ന് പറയാനായിട്ട് അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് ഒരു ക്വാളിറ്റി ഒന്നും ഇല്ല. ഞാൻ ഭയങ്കര എന്താ പറയാ, എനിക്ക് ഭയങ്കര ഫുട്ബോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇതാണ്. എപ്പോഴും എല്ലാ മാച്ച് ഇരുന്ന് കാണും, അങ്ങനത്തെ ഇതൊക്കെ ഉള്ളു. അല്ലാതെ ക്വാളിറ്റി ഫുട്ബോൾ കളിക്കും, ഫുട്ബോളൊക്കെ കളിക്കും. ഞങ്ങളിവിടെ ബീച്ചിൽ പോയി ഫുട്ബോളൊക്കെ കളിക്കും. അല്ലാതെ വേറെ ഒന്നുമില്ല. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇതാണ്. ഓക്കെ, താങ്ക് യു ഫിജോ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് അടുത്ത ആളെ പരിചയപ്പെട്ടാലോ? അടുത്ത ആളെ പരിചയപ്പെടാം. നമുക്ക് ഗംഗേനെ പരിചയപ്പെടാം. ഗംഗനെ ഞാൻ നേരത്തെ പരിചയപ്പെടണമെന്ന് വിചാരിച്ചു, അപ്പൊ പരിചയപ്പെടാൻ പറ്റില്ല. ഗംഗ പറയൂ. എന്റെ പേര് ഗംഗ, വീട് ആലപ്പുഴയിലാണ്. പ്രത്യേകിച്ച് ക്വാളിറ്റി ഒന്നും അങ്ങനെ ഇല്ല. എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടാവും, ഒന്നാലോചിച്ച് നോക്കൂ. ഹാർഡ് വർക്കിംഗ് ചെയ്യാറുണ്ട്, അത്രേ ഉള്ളൂ. ഹാർഡ് വർക്ക് ചെയ്യും. ഹാർഡ് വർക്കിംഗ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു ഗംഗ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു ഗെയിമിലേക്ക് പോയാലോ? മാം, നമുക്ക് അടുത്തൊരു ഗെയിമിലേക്ക് പോവാം. സ്ക്രീൻ കാണാമോ? കാണാം വർഷന, നമുക്ക് സ്ക്രീൻ കാണാം, പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു ഗെയിമിന്റെ പേര് എല്ലാരും കാണുന്നുണ്ടല്ലോ, ഗ്രാബ് ആൻഡ് റൺ എന്നാണ് കേട്ടോ ഗെയിമിന്റെ പേര്. അപ്പൊ ഈ ഗെയിം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ചുമ്മാ ഇനി ഇരുന്നാ പോരാ, കുറച്ചൊരു ഹാർഡ് വർക്ക് ചെയ്യേണ്ട ടൈമായിട്ട് കുറച്ചൊരു ഫിസിക്കൽ എക്സസൈസും കൂടി ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഗെയിമാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ സ്ക്രീനിൽ കുറച്ച് പിക്ചേഴ്സ് കാണിക്കും, അതേപോലെ തന്നെ ചിലപ്പോൾ ചില കളറുള്ള ഒബ്ജക്റ്റുകൾ എടുത്തിട്ട് വരാൻ പറയും, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ആദ്യം ഇപ്പോൾ ഒരു പേനയാണ് സ്ക്രീനിൽ കാണിക്കുന്നത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓടിപ്പോയിട്ട് നിങ്ങൾ ആ റൂമിനകത്ത് എവിടെയെങ്കിലും ഒരു പേന ഉണ്ടാവില്ല, അപ്പോൾ ഓടിപ്പോയിട്ട് എടുത്തിട്ട് ഫസ്റ്റ് കൊണ്ടുവന്ന് നമ്മളെ കാണിച്ചു തരിക സ്ക്രീനിൽ. ഇതാണ് നമ്മുടെ ഗെയിം കേട്ടോ. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഇങ്ങനെ 1 by 1 ആയിട്ട് സ്ക്രീനിൽ കാണിക്കുന്നുണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ഓടിപ്പോയിട്ട് എടുത്തിട്ട് വരാം. ഓക്കെ, എല്ലാവരും റെഡിയാണോ? റെഡിയാണോ? എന്താണ് ആർക്കും ഒരു എനർജി ഇല്ലാത്തത്? പറയൂ, റെഡിയാണോ? ആക്റ്റീവ് ആവോ? അതെ, ഒന്ന് ആക്റ്റീവ് ആവോ നിങ്ങള്? റെഡിയാണ്. ഒന്നുകൂടി പറയോ? ഒന്നുകൂടെ പറയൂ. യെസ് യെസ്. അപ്പൊ നമ്മള് സ്ക്രീനിനകത്ത് ഒരു ഒബ്ജക്റ്റ് കാണിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലെറ്ററിലായിട്ട് എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒബ്ജക്റ്റ്, ഇപ്പൊ ഞാനൊരു പേനയുടെ ഒബ്ജക്റ്റ് ആണ് സ്ക്രീനിൽ കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓടിപ്പോയിട്ട് നിങ്ങളുടെ റൂമിൽ എവിടെയെങ്കിലും ഒരു പേന ഇരിപ്പുണ്ടാവില്ലേ, ആ പേന പോയി എടുത്തിട്ട് വരിക. ഓക്കെ, അപ്പൊ എന്ത് ഒബ്ജക്റ്റ് ആണോ നമ്മൾ സ്ക്രീനിനകത്ത് കാണിക്കുന്നത് അത് പോയിട്ട് നിങ്ങൾ എടുത്തിട്ട് വരിക. ഓക്കെ, നിങ്ങളുടെ റൂമിൽ അല്ലെങ്കിൽ ആ വീട്ടിൽ എവിടെയെങ്കിലും ഒക്കെ ഉള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ കാണിക്കുന്നുണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഓടിപ്പോയിട്ട് അത് എടുത്തിട്ട് വരാം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മാം. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ആയിട്ട് അയച്ചാൽ മതി കേട്ടോ. അപ്പൊ നമ്മൾക്ക് അറിയാലോ നിങ്ങൾ ഓക്കെ ആണോ, റെഡി ആയിട്ട് ഇരിക്കുകയാണോ എന്നൊക്കെ അറിയാലോ. അൺമ്യൂട്ട് ആക്കിയിട്ട് സംസാരിക്കും. റെഡിയാണ്, റെഡിയാണ്, ജ്യോതി റെഡിയാണ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പൂജ റെഡിയാണ്, പൂജ റെഡിയാണ്, പൂജ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ എല്ലാവരും റെഡി ആയിരിക്കും വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മുടെ ഫസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. സ്ക്രീനിൽ എല്ലാരും കാണുന്നുണ്ടല്ലോ അല്ലെ? ആരാണ് ഫസ്റ്റ് പോയി എടുത്തിട്ട് വരുന്നത്? ഓ, പൂജ ബുക്കായിട്ട് ഇരിക്കായിരുന്നു തോന്നുന്നു. കൺഗ്രാറ്റുലേഷൻസ് പൂജ. പൂജയാണ് ഫസ്റ്റ് ബുക്ക് എടുത്ത് വെച്ചത്. എങ്ങനെ മനസ്സിലായി നമ്മൾ ഫസ്റ്റ് കാണിക്കാൻ പോകുന്ന ബുക്കാണെന്ന്? പെട്ടെന്ന് എടുത്തിട്ട് വന്നല്ലോ. പഠിച്ചോണ്ടിരിക്കായിരുന്നു. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അർഷിൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. ബുക്ക് ഉണ്ടോ കയ്യിൽ? കാണിക്കൂ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. പിന്നെ ആരാണ്? വേറെ ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? റഷ്നാറ മാം കാണാമോ ആരെങ്കിലും? ഗംഗ കൊണ്ടുവന്നിട്ടുണ്ട്, ഗംഗ കാണിക്കുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ് ഗംഗ, വെരി ഗുഡ്. ഗംഗ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാരും ഒന്ന് എക്സസൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഗെയിം സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാരും ഇങ്ങനെ മടി ഓടിപ്പോയിട്ട് എടുത്തിട്ട് വാ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ ഞാൻ അടുത്തൊരു ഒബ്ജക്റ്റ് കാണിക്കട്ടെ? അടുത്ത കാണിക്കും മാം. ഓ, എല്ലാരും റെഡി ആയിരുന്നോ? കണ്ടോ? കാണാമോ?
ഓടിക്കോ, കിച്ചണിലോട്ട് ഓടിക്കോ. കപ്പ് കിച്ചണിൽ പോയാലല്ലേ കിട്ടുള്ളൂ. ഓടിക്കോ, എല്ലാരും ഓടിക്കോ. യെസ് ഗംഗ ഫസ്റ്റ് കൊണ്ടുവന്ന് ഗംഗ കേട്ടോ. വെരി ഗുഡ് ഗംഗ, വെരി ഗുഡ്. ഇനി ആരാ കൊണ്ടുവരുന്നത്? പൂജ കൊണ്ടുവന്നിട്ടുണ്ട്, പൂജ. പിന്നെ നെക്സ്റ്റ് ആരാണ്? ഒരാള് പോയിട്ടുണ്ട്, ഇപ്പൊ വരുമായിരിക്കും. അർഷിൻ കൊണ്ടുവന്നു. വെരി ഗുഡ്. ഇനി ആരാ? പ്രമോദ് കപ്പെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു, തിരിച്ചു വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ഒരു ഓക്കെ, വെരി ഗുഡ്. ഞാൻ സ്ക്രീനിലെ പ്രമോദിനെ കാണില്ല. ഓക്കെ, വെരി ഗുഡ്. സോ അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോലോ. റെഡി ആയിരുന്നു കേട്ടോ. അത് നോക്കണം, എന്താണ് സ്ക്രീനിൽ കാണിക്കുന്നത് എന്നുള്ളത് കൂടി നോക്കണം, എന്നിട്ട് ഓടാവുള്ളൂ കേട്ടോ. സോ നെക്സ്റ്റ് പിക്ചർ എന്താണ് നമുക്ക് നോക്കാം. ഗ്രാബ് സംതിങ് ദാറ്റ് ഹാസ് ബട്ടൺ ഉള്ള എന്തെങ്കിലും പോയിട്ട് എടുത്തിട്ട് വരും. ഷർട്ട് ഫസ്റ്റ് കൊണ്ടുവന്ന ഷർട്ട്. പൂജയുടെ ഡ്രസ്സിനകത്ത് തന്നെ ഒരു ബട്ടൺ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമേ വിചാരിച്ചു പൂജ എന്താ അത് പറയാത്തേന്ന്. പൂജ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നുള്ളൂ ബട്ടൺ എവിടെയാണെന്നൊക്കെ ഉള്ളത്. ഓക്കെ, വെരി ഗുഡ് പൂജ, വെരി ഗുഡ്. ഇനി ആരാ? റോഷ്ന മാം, ആരൊക്കെ കൊണ്ടുവന്നെന്ന് നോക്കൂ. എവിടെ നമ്മുടെ നിഖിലും പിന്നെ അതുപോലെ സീദും ഒക്കെ എവിടെ? ആരും ഒന്നും കൊണ്ടുവന്നില്ല? നമുക്ക് അടുത്തതിലേക്ക് പോവാമോ? ഓക്കെ, ഞാൻ നെക്സ്റ്റിലേക്ക് പോട്ടെ. നെക്സ്റ്റ് ഒബ്ജക്റ്റ് കാണിച്ചാലോ? ഓക്കെ, യെസ്. പെട്ടെന്ന് നോക്കൂ സ്ക്രീനിലേക്ക്, പെട്ടെന്ന്. പൂജ ഓൾറെഡി. യെസ് പ്രമോദ്, വെരി ഗുഡ്. പ്രമോദിന്റെ കയ്യിൽ പൂജയുടെ വെരി ഗുഡ്. ഇനി ആരാ കൊണ്ടുവന്നിരിക്കുന്നത്? വേറെ ആരെങ്കിലും ഉണ്ടോ റോഷ്ന മാം? വേറെ റെഡ്മി നോട്ട് 8 ആരാണത്? കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ട്, കാണിക്കുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് അടുത്ത പിക്ചറിലേക്ക് പോവാം. ഗ്രാബ് സംതിങ് മെയ്ഡ് ഇൻ വുഡിൽ ഉണ്ടാക്കിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം. എന്തും ആവാട്ടോ നിങ്ങൾക്ക് എടുത്തോണ്ട് വരുന്നത്, വുഡ് ആയാൽ മതി. ആഹാ, പൂജ, വെരി ഗുഡ്. പിന്നെ ആരാ? വേറെ ആരെങ്കിലും ഉണ്ടോ റോഷ്ന മാം? ചെക്ക് ചെയ്യണേ. ചെക്ക് ചെയ്യുന്നുണ്ട്. ടേബിളൊക്കെ ഫ്രണ്ടിൽ എല്ലാം സെറ്റ് ആയിട്ട്, ഈ പരിപാടി അറിഞ്ഞിട്ട് ഈ ഗെയിം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് പൂജ വന്നെന്ന് തോന്നുന്നുണ്ട്. എല്ലാം സെറ്റ് ആയിരുന്നു, എല്ലാം ഫ്രണ്ടിലുണ്ടായിരുന്നു പൂജക്ക്. ഗുഡ്. പിന്നെ ആരാണ്? ആരെങ്കിലും കൊണ്ടുവന്നോ? ജ്യോതി ഇങ്ങനെ വിഷമിച്ചിങ്ങനെ റിയാക്ട് കൊടുക്കുകയാണല്ലോ, എന്ത് പറ്റി? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രമോദ് കിച്ചൺ വരെ പോയോ ഇതെടുക്കാനായിട്ട്? വീഡിയോ ഓൺ ആവുന്നില്ലല്ലോ, എന്താ പറ്റിയെന്ന് അറിയില്ല. കൊള്ളാം, അത് നന്നായിട്ടുണ്ട്. കിച്ചൺ ആലോചിച്ച് അവിടെ വരെ പോയില്ലോ. ഓക്കെ, വെരി ഗുഡ്. നമുക്ക് നെക്സ്റ്റ് ഒബ്ജക്റ്റ് എന്താ നോക്കാം. പെട്ടെന്ന് പോയിട്ട് എടുത്തിട്ട് വരും. എല്ലാരും ഇരിക്കുന്ന റൂമിൽ തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. പൂജ ഓൾറെഡി പൂജ നല്ല രസമാണ്. പൂജ ജസ്റ്റ് ഒന്ന് അവിടെ ഇരുന്നിട്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് എല്ലാം കിട്ടുന്നുണ്ട്. ഗംഗയും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. വേറെ ആരാണുള്ളത്? പ്രമോദിന് കിട്ടിയിട്ടുണ്ട്. യെസ്, വെരി ഗുഡ്. ഇനി ആരാണ്? ചാർജറൊക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആ ഫോണായിട്ട് അവിടെ ഇരിക്കുന്നതുകൊണ്ട് മോസ്റ്റ് പ്രോബ്ലി എല്ലാവരുടെ കയ്യിൽ. നിഖിലിനെ കണ്ടു. നിഖിൽ ചാർജർ കണ്ടുപിടിച്ചിട്ടുണ്ട്. വെരി ഗുഡ് നിഖിൽ, വെരി ഗുഡ്. അടുത്തത് ആരാണ്? സോ അപ്പൊ നമുക്ക് നെക്സ്റ്റിലേക്ക് പോയല്ലോ. നിങ്ങളൊക്കെ ഒന്ന് ഇപ്പൊ എങ്ങനെ ഉണ്ട്? എല്ലാരും ഒന്ന് കിച്ചൺ വരെയൊക്കെ ഒന്ന് ഓടി പോന്ന് റെഡി ആയോ? സെറ്റ് ആയോ? എല്ലാരും ആക്റ്റീവ് ആയോ? അതേപോലെ എല്ലാരും ഒന്ന് ചാർജ് ആയിട്ടുണ്ട്. നമുക്ക് പൂജേനെ അവിടെ നിന്ന് എഴുന്നേപ്പിച്ച് എവിടേക്കെങ്കിലും വിടുന്ന രീതിയിലുള്ള ഒരു ഒബ്ജക്റ്റ് അടുത്ത് വരണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. നമുക്ക് നോക്കാം അടുത്ത് എന്തായിരിക്കും കേട്ടോ. ഗ്രാബ് സംതിങ് റെഡ് കളർ
റെഡ് കളറിലുള്ള എന്തെങ്കിലും. എന്തോ ആവാട്ടോ റെഡ് കളറിലുള്ള. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ ടെഡി ബെയർ കാണിച്ചിട്ടുണ്ടേ. യാ, പ്രമോദ് നേരത്തെ കൊണ്ടുവന്ന കപ്പിന്റെ ഒരു സൈഡ് റെഡ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. അതൊരു നല്ല തീരുമാനമായിരുന്നു. വെരി ഗുഡ്. പൂജ കട്ടൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. കട്ടനകത്ത് റെഡ് കളർ ഉണ്ട്. ഓക്കെ, വെരി ഗുഡ് പൂജ. അടുത്ത ആരാണ്? കണ്ടായിരുന്നോ നിങ്ങളൊരു ചെയർ വായിച്ചിരിക്കുന്നത്? നിന്നെങ്കിലും ഞാൻ കണ്ടു. വെരി ഗുഡ്, വെരി ഗുഡ് നിഖിൽ, വെരി ഗുഡ്. നന്നായിട്ടുണ്ട്, കൊള്ളാം. യാ, നെക്സ്റ്റ് ആരാണ്? അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോവാം. റെഡ് ആയി നിന്നോട്ടോ. അടുത്ത എന്താ നമുക്ക് നോക്കാം. എനി വാട്ടർ ബോട്ടിൽ. പ്രമോദ് ബോട്ടിൽ കാണിച്ചു. നിഖില് ബോട്ടിലുണ്ട്, വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. വെരി ഗുഡ്. പ്രമോദ് എടുത്തിട്ടുണ്ട്, വാട്ടർ ബോട്ടിലുണ്ട്. പൂജ എവിടെ പോയി? പൂജ ബോട്ടിൽ എടുക്കാൻ പോയോ അല്ലെ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ് പൂജ. കോളൊക്കെയാ. ഓക്കെ, ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു പിക്ചർ കൂടി കാണിക്കാം. എല്ലാരും ശ്രദ്ധിച്ചിരുന്നോളൂ. പൂജ ഉണ്ടാവും, വീട്ടില് കുട്ടി ഉണ്ടെന്ന് തോന്നുന്നു. തൊട്ട് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു, അപ്പൊ കാണാൻ പറ്റും. പ്രമോദ് പോയി ചെക്ക് ചെയ്യൂ, എവിടെയെങ്കിലും കിട്ടോ? യെസ് യെസ് യെസ്, പ്രമോദ് കൊണ്ടുവന്നോട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്. സ്കെച്ച് ഉണ്ടോ അതിനകത്ത്? ഞാൻ ഒരു പെൻസിലൊക്കെയാണ് കാണുന്നത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. പൂജ ഒരു സ്കെച്ച് പെന്ന് അവിടെ കുട്ടി ഹോംവർക്ക് ചെയ്യുന്നിടത്ത് പിടിച്ചു വലിച്ചോണ്ട് വന്നാണ് തോന്നുന്നുണ്ട്. ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുത്തോളൂ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. വേറെ ആരും കൊണ്ടുവന്നിട്ടുള്ളത്? വേറെ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ നമുക്ക് ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് കൂടി ഞാൻ കാണിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ബാക്കി ഇൻട്രൊഡക്ഷനിലേക്ക് പോകാനുണ്ട്. സോ ഗ്രാബ് സംതിങ് ദാറ്റ് ഹാസ് ഷാർപ്പ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് എടുത്തിട്ട് വരും. ഭയങ്കര ഷാർപ്പ് ആയിക്കോട്ടെ. കത്തി എടുക്കുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. എനിക്ക് തോന്നുന്നു വൈഫ് അപ്പുറത്തിരുന്ന് കറിക്ക് അരിയാണെന്ന് തോന്നുന്നുണ്ട്. കത്തിയൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കണു. ഓക്കെ, വെരി ഗുഡ് പ്രമോദ്, വെരി ഗുഡ്. പിന്നെ ഓക്കെ, ഇനി ആരാ നെക്സ്റ്റ്? നെക്സ്റ്റ് ആരാണ്? വേറെ ആരെങ്കിലും ഷാർപ്പ് എഡ്ജുള്ള എന്തെങ്കിലും കൊണ്ടുവന്നോ മാം? ഇല്ല ഇല്ല ഇല്ല. ഓക്കെ, പൂജ കിട്ടില്ല. അവിടെ നമുക്ക് പേനയും പെൻസിലൊക്കെ ഉണ്ടായിരുന്നു, കുറച്ചൊരു ഷാർപ്പായിട്ട് ഇരിക്കുന്നത്, എഡ്ജൊക്കെ ഉള്ളത്. അതെടുത്ത് കാണിച്ചാൽ മതിയായിരുന്നു. ആരെടുത്ത് എടുത്ത് കിച്ചണിലേക്കൊക്കെ പോയെന്ന് തോന്നണു ആള് എടുക്കാനായിട്ട്. ഓക്കെ, ഓക്കെ, കുഴപ്പമില്ല. അപ്പം നമുക്ക് ഇനി ബാക്കി ഈ ഒരു ഗെയിം നമ്മളിവിടെ എൻഡ് ചെയ്യാണ്. ഇനി നമുക്ക് നമ്മുടെ ബാക്കി ഈ ഒരു ഇൻട്രൊഡക്ഷൻ സെഷനിലേക്ക് തന്നെ പോവാം. അപ്പം ബാക്കിയുള്ളവരെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, ഇനി ആരാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട്? പ്രമോദ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഞാൻ പ്രമോദ് കുമാർ. എല്ലാരും ഒന്ന് ചാർജ് ആയില്ലേ? ഇനി പെട്ടെന്ന് പരിചയപ്പെടും. ഞാൻ പ്രമോദ് കുമാർ, ഒറ്റപ്പാലത്താണ് വീട്, പാലക്കാട് ജില്ലയില്. ഞാൻ ഇവിടെ ഒരു LPG ഡിസ്ട്രിബ്യൂട്ടറാണ്, ഗ്യാസ് ഏജൻസി. താങ്ക് യു. ഓക്കെ, ക്വാളിറ്റി പറഞ്ഞോ. ഗുഡ് ക്വാളിറ്റി എല്ലാരും കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്. അതാ ക്വാളിറ്റി. അല്ല, നമുക്ക് അങ്ങനെ മറ്റുള്ളവരെ കാണുമ്പോൾ സന്തോഷിക്കാനുള്ളതും ഒരു നല്ലൊരു ക്വാളിറ്റി. മറ്റുള്ളവരെ കാണുമ്പോൾ എല്ലാവരും കാണുമ്പോഴേക്കും എല്ലാവരും സന്തോഷമാണ്. എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഇഷ്ടമാണ്. താങ്ക് യു. വെരി ഗുഡ്, വെരി ഗുഡ്. അത് കൊള്ളാം. ഒരു നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി അല്ലേ നമ്മളിന്ന് കേട്ടതില്? എന്തോ പൂജയെ പരിചയപ്പെട്ടാലോ? യെസ് യെസ് യെസ്, പൂജയെ പരിചയപ്പെടണം. പൂജയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പറയൂ പൂജ. എന്റെ പേര് പൂജ കൃഷ്ണൻ, സ്ഥലം തിരുവനന്തപുരമാണ്. എന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എല്ലാരും പറയുന്നത് കോമൺ ആയിട്ട് പറയുന്നതാണ്, എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് വന്നു കഴിഞ്ഞാലും ചിരിച്ചോട് തന്നെ സംസാരിക്കും. എന്തുണ്ടെങ്കിലും എപ്പോഴും സ്മൈൽ, അങ്ങനെയാണ് നിൽക്കുന്നത് എല്ലാരും പറയുന്നതാണ്. അത് തന്നെ എനിക്കൊരു ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്.
ഉറപ്പായിട്ടും പൂജ. ആൻഡ് പൂജ നമ്മള് ഗെയിം സ്റ്റാർട്ട് ചെയ്ത മുതൽ ഭയങ്കര സ്മൈലിംഗ് ആയിരുന്നു. ശ്രദ്ധിച്ചായിരുന്നു റോഷ്നാര മാം? അത് നല്ലൊരു ക്വാളിറ്റി ആണ് അല്ലേ? നമുക്ക് എന്ത് കാര്യങ്ങളും ചിരിച്ചുകൊണ്ട് നേരിടാൻ പറ്റാന്ന് പറയുന്നത് നല്ലൊരു ക്വാളിറ്റി ആണ്. കീപ് ഇറ്റ് അപ്പ് ആൻഡ് താങ്ക് യു സോ മച്ച് പൂജ. ഇനി ആരാണ് വരുന്നത് പരിചയപ്പെടാനായിട്ട്? ഇനി ആരൊക്കെയോ മിസ്സായിട്ടുണ്ട്. അമൃതേനെ നമ്മൾ പരിചയപ്പെട്ടു അല്ലെ? അമൃതയെ പരിചയപ്പെട്ടു, പക്ഷെ നമുക്കൊന്നും കേൾക്കാനായിട്ട് പറ്റില്ല. നമുക്ക് അമൃത ഒന്നുകൂടെ പരിചയപ്പെട്ടാലോ? ഉറപ്പായിട്ടും പറ്റില്ലല്ലോ. അമൃത ഹായ് മാം. ഹായ്. ഹായ്. അമൃത വീഡിയോ ഒക്കെ ഓൺ ആക്കിയിട്ടുണ്ട്. പറഞ്ഞോളൂ. അല്ല ഫസ്റ്റ് ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ. ഞാൻ അമൃത, ബാംഗ്ലൂരാണ്, ഹൗസ് വൈഫാണ്. എന്താ ക്വാളിറ്റിയാണ് ഇപ്പൊ കിട്ടത്തത്. ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടാവും. ക്വാളിറ്റി ഉണ്ടാവും. നമ്മളിൽ കാണുന്ന ഒരു ബെസ്റ്റ് ക്വാളിറ്റി ഉണ്ടാവും. ബാക്കിയുള്ളവർ പറഞ്ഞിട്ടുള്ള ക്വാളിറ്റി മാത്രമല്ല, നമുക്കറിയാലോ നമുക്ക് എന്താണ് നമ്മുടെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി എന്ന് അറിയില്ലേ? അത് പറഞ്ഞാൽ മതി. എല്ലാ രഹസ്യങ്ങളും രഹസ്യങ്ങൾ സൂക്ഷിച്ചു വെക്കും, അതാണ് പറഞ്ഞേ. ഓക്കെ, അത് നല്ല ക്വാളിറ്റി ആണ്. എല്ലാവർക്കും അങ്ങനെ രഹസ്യങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ലല്ലോ. ചില ആൾക്കാരില്ലേ പെട്ടെന്ന് മറ്റുള്ളവരോട് ഷെയർ ചെയ്യില്ലേ? അപ്പൊ അത് നല്ല ക്വാളിറ്റിയാണ്. ഇതിപ്പോ അമൃത എടുത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അമൃതയ്ക്ക് ഇങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണോ നേരത്തെ കുറച്ചു മുമ്പ് പറഞ്ഞത് എനിക്ക് ക്വാളിറ്റി ഒന്നും ഇല്ല? അപ്പൊ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നല്ല ക്വാളിറ്റിയാണ് അമൃത കേട്ടോ. നമ്മളെപ്പോഴും ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കേണ്ടതൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ അങ്ങനെ രഹസ്യങ്ങളൊക്കെ എന്നും അതേപോലെ സൂക്ഷിക്കാം. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച് അമൃത. ഇനി ആരെ നമ്മൾ പരിചയപ്പെടാനായിട്ട്? ജ്യോതി പറഞ്ഞിട്ട്, ജ്യോതിനെ നമ്മൾ പരിചയപ്പെട്ടോ? ജ്യോതി നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ജ്യോതിയാണ് ഗ്രാഫിക് ഡിസൈനർ ആണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ആരാണുള്ളത്? നമ്മൾ എല്ലാരും പരിചയപ്പെട്ടു കഴിഞ്ഞു. നമുക്ക് എന്നാലും അടുത്തൊരു ഗെയിമിലേക്ക് പോയാലോ? യെസ്, നമുക്കൊരു ഗെയിം കൂടി കളിക്കാം. അപ്പം ഓക്കെ, നിങ്ങൾ എല്ലാവരും റെഡി ആണോ? അല്ലെങ്കിൽ ഗെയിം ഒക്കെ കളിച്ച് ക്ഷീണിച്ചോ? റെഡിയാണ്. പ്രമോദ്, പൂജ ഒക്കെ റെഡിയാണ്. ഗംഗ റെഡിയാണ്. നിഖിൽ അവിടെ ഉണ്ടോ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എല്ലാവരും ഉണ്ടല്ലോ. യസീദുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോവാം. ഗെയിം മാം പറയൂ, എന്താണ് ഈ ഗെയിമിന്റെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ? നമുക്ക് പാടാൻ കാണുന്നുണ്ട്. പാടാം എന്നാണ് ഈ ഒരു ഗെയിം. സോ ഈ ഒരു പാട്ട് നിങ്ങൾക്ക് അറിയാവോ? ഗെസ് ദ മൂവി ആൻഡ് ദ സോങ് ആണ്. ആരും മിണ്ടുന്നില്ലല്ലോ, ആരും കണ്ടിട്ടില്ല ഈ ഒരു ഇത്. കുറച്ചൊരു ഓൾഡ് മൂവി ആണ് അല്ലേ? ഇത് പണ്ട് കണ്ടിട്ടുണ്ട്. പ്രിയദർശന്റെ പടമാണ്. പടത്തിന്റെ പേര് കിട്ടുന്നില്ലല്ലോ. നോ ഐഡിയ പറഞ്ഞു പ്രമോദ്. ഓക്കെ, ജ്യോതി എന്തെങ്കിലും പറഞ്ഞോ? നമുക്ക് നോക്കിയാലോ എന്നാലും. മേഘമാണ്. മേഘമാണ്. അത് ആരാ പറഞ്ഞേ? അമൃത പറഞ്ഞ. അമൃത. നമുക്ക് നോക്കാം, മേഘാണോ? നോക്കാം എന്താണ് ആൻസർ നോക്കാം. അതെ, മേഘാണ്. അതിലൊരു പാട്ടാണ്, കുഞ്ഞുകാലം നോൽക്കും കുഞ്ഞു പൂവിൻ കാതിൽ കാറ്റുമൂളും പാട്ടിൻ പേരെന്ത്. ഈ സോങ് കേട്ടിട്ടില്ല ആരും? മാം പാടുന്നുണ്ടല്ലോ, ഒന്ന് നന്നായി പാടിക്കൂടെ? അത് കൊള്ളാം. നിഖിൽ പാടും. ഞാൻ പാടില്ല. നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓക്കെ, നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ? യാ, ഇതിന്റെ തുടക്കം ഫസ്റ്റ് 4 ലൈൻസ് മിസ്സിംഗ് ആണ് കേട്ടോ. അപ്പൊ ബാക്കിയൊന്ന് പാടി നോക്കൂ, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? കുറച്ചൊരു ഓൾഡ് സോങ് അല്ലേ മാം? ഇവരൊക്കെ വളരെ ന്യൂജൻ ആയിട്ടുള്ള ആൾക്കാരാണ്, പഴയ പാട്ടുകളൊന്നും അറിയില്ല. 4 വരെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, അതോ? നിഖിൽ പറയൂ, നിഖിൽ കിട്ടിയ തോന്നുന്നു. ഞാൻ പഴയ പടങ്ങൾ കാണുന്ന ആളാണ്, 90 കിട്ടാണ്. പക്ഷെ ഇത് എനിക്ക് കിട്ടുന്നില്ല. പ്രമോദ് പാടുന്നുണ്ട്. ഇതല്ല, ട്രൈ ചെയ്യൂ. നമുക്ക് നോക്കിയാലോ ഏതാ പാട്ടെന്ന്, എന്നിട്ട് നമുക്ക് പ്രമോദിനെ കൊണ്ട് അത് പാടിക്കാം.
സൂര്യമാനസം മൂവിയിലെ തരളിത രാവിൽ മയങ്ങിയോ സൂര്യമാനസം. അറിയാമോ ഈ പാട്ട്? അറിയാമോ? പ്രമോദ് പാടുന്നുണ്ട്. പ്രമോദ് പാടിക്കോ. അതെന്നെ നല്ല സൗണ്ട് ആണ് പ്രമോദ്, പാടും. സൗണ്ടാണ്. പാടിച്ചേ. 4 വരി പാടും. പ്രമോദനൊരു കൈയടി നമുക്ക്. വെരി ഗുഡ്. എല്ലാരും ഒന്ന് ക്ലാപ്പ് ചെയ്ത് ഒരു റിയാക്ഷൻ ഒക്കെ ഇട്ടേ. ഫസ്റ്റ് ഒരാള് വളരെ നന്നായി പാടിയതല്ലേ, എല്ലാരും ഒന്ന് റിയാക്ഷൻ ഒക്കെ ഇട്ടേ. യെസ് 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 യെസ്. ശരിക്കുള്ള സൗണ്ട് എടുത്തില്ല. എന്നാ നന്നായിട്ട് പാടി. നന്നായിട്ട് പാടി കേട്ടോ, നന്നായിട്ട് പാടി. യാ, അപ്പൊ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. യാ, ഈ പിക്ചർ ഫെമിലിയർ അല്ലാത്ത ആരും ഉണ്ടാവില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലേ? ഈ സിനിമ ഏതാന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? പാട്ടറിയാം. ആ സോങ് ഏതാണ്? ഈ സോങ് ഏതാണ്? സിനിമ മനസ്സിലായി, സോങ് ഏതാണ്? നിഖിൽ പാട് പറഞ്ഞോളൂ. അർഷാദ് അവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് പടകാളി എന്ന് പറഞ്ഞിട്ട് കേട്ടോ. പടകാളി ബാക്കി അറിയില്ല. ബാക്കി അറിയില്ല ചുമ്മാ പറയല്ലേ, അറിയാലോ. തെറ്റുണ്ടെങ്കിലും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലിറിക്സ് നോക്കാം. ഓക്കെ, അപ്പൊ യോദ്ധ പറഞ്ഞ മൂവിയിലെ പാട്ടാണ്, സീനാണ്. ഏതാ പാട്ട്? ഒന്ന് പാടി നോക്കിയേ. ഇത്തിരി കനിയണമേ. ബാക്കി പാടും. അതെ അതെ അതെ, കുറച്ച് സമയം എടുക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് സോങ്ങിലേക്ക് പോവാം. ഇതറിയോ? ഇതിന്റെ തുടക്കം എങ്ങനെയാണെന്നുള്ള ഈ ഒരു പാട്ടിന്റെ? വീണുടഞ്ഞ താഴികപ്പുറം ആരുരുത്തി മാല തീർത്തുവോ. അതിന്റെ തുടക്കം അറിയോ? തുടക്കത്തില്ല 4 പേര്. ആർക്കും അറിയില്ല തോന്നുന്നു. നമുക്ക് ആ ലിറിക്സിലേക്ക് പോയാലോ? അറിയില്ല. മദ്രാസ് 20 നമ്പർ 20 മെയിൽ എന്ന് പറയുന്ന ആ മൂവിയിലെ പിച്ചകൾക്കും കാവുകൾക്കും അപ്പുറം എല്ലാവർക്കും ഫസ്റ്റിലത്തെ ലൈൻസ് ആയിരിക്കും കൂടുതൽ അറിയുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ആ ഒരു സെക്കൻഡ് ഇത് നോക്കാറില്ലല്ലോ, അതാണ്. അപ്പൊ നെക്സ്റ്റ് സോങ്ങിലേക്ക് പോവാം നമുക്ക്. ഇതറിയോ? ഈ മൂവി അറിയില്ലേ? ഇത്രയും അറിയില്ല. കണ്ടിട്ടുണ്ടോ ഈ മൂവി ആരെങ്കിലും? കാലാപാനി. ജ്യോതി പറഞ്ഞിട്ടുണ്ട്, കാലാപാനി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സോങ് അറിയോ? പാട്ടറിയാമോ? ഓക്കെയല്ലോ, ഏതാണ് ആ ഒരു പാട്ട് നോക്കാം നമുക്ക്. ഈ പാട്ടറിയോ? പാട്ടറിയില്ലേ? വെരി ഗുഡ് വെരി ഗുഡ്. എല്ലാവർക്കും ഈ പാട്ടുകളൊക്കെ ഫെമിലിയർ ആണ്, പക്ഷെ പെട്ടെന്ന് നമുക്ക് ഓർമ്മയിൽ വരുന്നില്ല എന്ന് തോന്നുന്നു. അതായിരിക്കും. നെക്സ്റ്റ് സോങ്ങിലേക്ക് പോയാലോ? അതെ, പാട്ടൊന്ന് പാടാവോ? അങ്ങേ കരജിലായി നേരം വെളുക്കുന്ന മേറ്റിൽ അമ്പിളി മാമനെ പോലെ എൻ മാറില ഒട്ടേ കിടക്കുന്ന മുത്തേ. വളരെ നന്നായിട്ടുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. താങ്ക് യു സോ മച്ച് പ്രമോദ്. അപ്പൊ നമുക്ക് അവസാനമായിട്ട് ഒരു പാട്ടും കൂടി കേട്ടാലോ? ഏതാണെന്നും കൂടി നമുക്കൊന്ന് ഗസ് ചെയ്തിട്ട് നമുക്ക്. ഓക്കെ, ഗസ് ദ മൂവി ആൻഡ് സോങ്. വളരെ വളരെ എന്നും ഒരു ക്ലാസിക് ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരു മൂവിയാണിത്. എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കുമല്ലോ. നാടോടിക്കാറ്റ്. യെസ് യെസ്, ജ്യോതി പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നാടോടിക്കാറ്റ്. ജ്യോതി ഒരുപാട് സിനിമകളൊക്കെ കാണുന്ന ആളാണ്, നല്ല ഓർമ്മയുണ്ട് മൂവീസിന്റെ നെയിം ഒക്കെ. യാ, അപ്പൊ ഈ പാട്ടാരാ ഒന്ന് പാടുന്നേ? നല്ല പാട്ടാണല്ലോ. കാന്തിയോ
ഓമനേ പറയൂ നീ വെള്ളി നിന്നും പാറി വന്ന ലാവണ്യമേ വൈശാഖ സന്ധ്യ നിൻ ചുണ്ടിലെന്തേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ ഈ ഒരു ഗെയിം നമുക്ക് ഇവിടെ എൻഡ് ചെയ്താലോ? ഓക്കെ മാം. സോ നമ്മൾ എല്ലാരെയും പരിചയപ്പെട്ട് കഴിഞ്ഞോ? ഓൾമോസ്റ്റ് പരിചയപ്പെട്ടല്ലോ അല്ലെ? എല്ലാരും പരിചയപ്പെട്ടു. ഓക്കെ, വെരി ഗുഡ്. ഇനി ആരും ഇല്ലല്ലോ അല്ലേ? ആരും നമ്മൾ മിസ്സായി പോയിട്ടില്ലല്ലോ? ആരും മിസ്സായി പോയിട്ടില്ല, എല്ലാരെയും പരിചയപ്പെട്ട് കഴിഞ്ഞു. സോ കുറച്ച് ലേണേഴ്സ് കൂടെ നമ്മൾക്ക് ഉണ്ട്, അവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് അവർക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കാതെ പോയത്. നമ്മൾ ഇനിയുള്ള സെക്ഷൻസിലും അവരെ നമ്മൾ മീറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആയിരുന്നു. നമുക്കൊരു ഐസ് ബ്രേക്കിംഗ് ഒക്കെ പോലെ എന്നാണ് നമുക്ക് പറയാം. കാരണം നമ്മൾ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ട് കഴിഞ്ഞു. കൂടെയുള്ളവര് നിങ്ങളെ പോലെ തന്നെ മറ്റുള്ള ലേണേഴ്സ് പഠിക്കാനായിട്ട് അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ലേണേഴ്സ് ആണ്. സോ നമ്മൾ എല്ലാവരെയും പരിചയപ്പെട്ട് കഴിഞ്ഞു. നമുക്ക് ഈ ഒരു എന്തൂസിയാസം, കുറച്ചുകൂടെ നമുക്ക് ഒരു എന്തൂസിയാസം വേണം, ബട്ട് നമുക്ക് അതൊരു ത്രൂ ഔട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മുടെ ഈ ഒരു അക്കാഡമിക് ജേർണിയിൽ നമ്മൾ പകുതി വഴിക്ക് വെച്ചിട്ട് നമ്മൾ വീണ്ടും സ്റ്റക്ക് ആയിട്ട് പോകരുത്. സോ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻസും നിങ്ങളെ മോണിറ്റർ ചെയ്യാനും ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. ഞാൻ മാത്രമല്ല, ലേണേഴ്സിലെ മറ്റ് ഫാക്കൽറ്റീസും മറ്റ് മെമ്പേഴ്സും ഒക്കെ നിങ്ങളുടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ത്രൂ ഔട്ട് ഈ അക്കാഡമിക് ജേർണിയിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇതുപോലെ ആയിരിക്കില്ല മറ്റ് സെക്ഷൻസ്, കുറച്ചുകൂടെ നമ്മൾ സീരിയസ് ആയിട്ടാണ് മറ്റ് സെക്ഷൻസിനെ നമ്മൾ കാണേണ്ടത്. കാരണം ഇഗ്നോ എന്താണെന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള സെക്ഷൻസ് ആണ് ഇനി വരുന്നത്, സിലബസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള സെക്ഷൻസ്. സോ ഇനിയുള്ള ഒരു സെക്ഷൻസും മിസ് ഔട്ട് ചെയ്യരുത്. കമ്പൽസറി ആയിട്ടും ഇനിയുള്ള സെക്ഷൻസ് അറ്റൻഡ് ചെയ്യണം. സോ മാം, നമുക്ക് ആ ആക്ഷൻ ടാസ്ക് ഒന്ന് ഷെയർ ചെയ്ത് കാണിച്ചാലോ അവരെ? അപ്പൊ നിങ്ങൾ ഇന്നത്തെ ഈ ഒരു ഫസ്റ്റ് സെഷൻ കഴിഞ്ഞു. നമ്മൾ ഇപ്പം എല്ലാ ദിവസവും ഇനി നമുക്ക് ഓറിയന്റേഷൻ സെഷനുകൾ ഉണ്ടാവും. ഓരോ ഡേയിലും നിങ്ങൾക്ക് നിങ്ങളെ മെന്റർ അറിയിക്കുന്നുണ്ടാവും. സോ അപ്പൊ ഓരോ ദിവസവും നമ്മൾ ഓറിയന്റേഷൻ സെഷനുകൾ കഴിയുമ്പോൾ നമ്മൾ ഒരു ടാസ്ക് തരും നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ ഈ ടാസ്ക് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ മെന്ററിനെ അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് സെഷൻ കഴിയുന്ന സ്ഥിതിക്ക് നമ്മൾ ഫസ്റ്റ് ടാസ്ക് തരാണ്. അപ്പൊ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് അതിനുശേഷം നമ്മുടെ സെഷന് ശേഷം മെന്റർ നിങ്ങൾക്ക് വാട്സപ്പ് വഴി ബ്രോഡ്കാസ്റ്റ് ആയിട്ട് അയച്ചു തരുന്നുണ്ടാവും. അപ്പൊ അത് ഫില്ലപ്പ് ചെയ്തിട്ട് നിങ്ങൾ മെന്ററിനെ തിരിച്ചയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പം ചെയ്യണം, കാരണം നിങ്ങൾക്ക് അതിന് റിവാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാരും പരിചയപ്പെട്ടു. പ്രമോദ് കുമാർ പരിചയപ്പെട്ടു. എല്ലാരും വളരെ ഫ്രീ ആയിട്ട് ഗെയിമിലായാലും പരിചയപ്പെടുന്ന എല്ലാ രീതിയിലും വളരെ ഫ്രീ ആയിട്ടാണ് എല്ലാരും. എന്താ പറയാ, നമ്മൾ ഒരുമിച്ചിരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. താങ്ക് യു. അതൊരു നല്ലൊരു കാര്യമാണ്. കാരണം നമ്മളിപ്പോ മറ്റുള്ള ഡിസ്റ്റൻസ് പ്രോഗ്രാമുകളിൽ അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടില്ല. കാരണം മറ്റുള്ള ലേണേഴ്സ് നമുക്ക് കാണാനോ പരിചയപ്പെടാനോ ഉള്ള ഒരു അവസരമൊന്നും നമുക്ക് ലഭിക്കില്ല. അപ്പൊ ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു ഓറിയന്റേഷൻ സെക്ഷൻ വഴി നിങ്ങൾക്ക് കൂടെയുള്ള ആൾക്കാരെയൊക്കെ പരിചയപ്പെടാൻ സാധിച്ചതിൽ ഞാൻ ഒരു സന്തോഷമുണ്ടല്ലേ? അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പറയുകയാണെങ്കിൽ. ഓക്കെ, ഇനി ആരാണ് പറയുന്നത്? ഇനി ആരാണ് ഷെയർ ചെയ്യുന്നത്? എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു 1 hour? നിങ്ങൾ എൻജോയ് ചെയ്തോ? എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഒരു ഫസ്റ്റ് സെഷന്റെ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയൂ. അപ്പൊ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ബാക്കിയുള്ള സെഷനുകളെല്ലാം പോകുന്നുണ്ടാവാം. പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നല്ല, നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഞങ്ങളുടെ ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് എന്ത് തോന്നി? ഹലോ മാം. ഈ 1 hour എന്ന് പറയുമ്പോൾ വലിയ എന്ന് വെച്ചാ ഏറ്റവും വളരെ നന്നായിരുന്നു. കാര്യം നമ്മളിപ്പോ സ്കൂളിലായാലും കോളേജിലായി കഴിഞ്ഞാൽ നമ്മൾ പോയി കഴിഞ്ഞാൽ കുറച്ച് ഏകദേശം ഒരാഴ്ചയെങ്കിലും പിടിക്കും നമ്മൾ എല്ലാവരെയും പരിചയപ്പെട്ട് നല്ല രീതിയിൽ സഹകരിച്ച് വരാൻ. പക്ഷെ ഈ 1 മണിക്കൂറിനകത്ത് വെച്ച് തന്നെ നമ്മൾ ഒരുപാട് നാളത്തെ പരിചയം പോലെയാണ് ഓരോരുത്തരുമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തത്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഫ്രീ ആയിട്ടൊക്കെയാ സംസാരിച്ചത്. പക്ഷെ നല്ല ഒരുമിച്ച് ഒരു ക്ലാസ് റൂമിലിരുന്ന് പഠിച്ച് വരുന്ന അതേ ഒരു പരിചയം തന്നെയാണ് എല്ലാവരും ഭാഗത്തു നിന്നുണ്ടായത്. അത്രയും ഇതായിട്ട് അതിലൊരു സംസാരിക്കുകയും ഫ്രീ ആയിട്ട് ചിരിച്ച് കളിച്ച് തന്നെ പോവുകയും ചെയ്തു. ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ പോലും പക്ഷെ എല്ലാവരും നല്ല എനർജിയോടുകൂടി ഗെയിമിലായി കഴിഞ്ഞാലും. മാഡം, നല്ലൊരു പരിപാടിയായിരുന്നു. 1 മണിക്കൂർ പോയത് അറിഞ്ഞില്ല. കുറെ പേര് മുഖം കാണാൻ കഴിഞ്ഞില്ല, ഫേസ് കാണാൻ കഴിഞ്ഞില്ല. വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല.
പിന്നെ ഭയങ്കര കുറവായിരുന്നു, എന്നാലും എല്ലാരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. താങ്ക് യു അമൃത. നിഖിലിന്റെ അടുത്ത് ഞാനൊരു ക്വാളിറ്റി അവസാനം പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മൾ മറക്കാൻ പാടില്ലല്ലോ നിഖിൽ മറന്നാലും. അപ്പൊ അതുകൊണ്ട് നിഖിൽ എവിടെ ക്വാളിറ്റി പറയൂ. സോ ഇതാണ് നമ്മുടെ ആക്ഷൻ ടാസ്ക് വരുന്നത്. ഈ ആക്ഷൻ ടാസ്കിനകത്ത് നിങ്ങളുടെ ഒരു ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പേര് എന്താണ്, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ടുണ്ട്, പ്ലേസ് എന്താണ്, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, നിങ്ങളുടെ ഹോബീസ് എന്താണ്, നിങ്ങൾ ചെയ്യുന്ന ജോബ് എന്താണ് എന്നുള്ളത് ഒന്ന് അയക്കുക. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് നോക്കുമ്പോൾ മനസ്സിലാവും. ഇത് ഇപ്പൊ ഈ ഒരു ആക്ഷൻ ടാസ്ക് ചെയ്തിട്ട് നിങ്ങൾ പേഴ്സണലി എനിക്ക് അയച്ചു തരും കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം ഇനി ബാക്കിയുള്ള ദിവസങ്ങളുടെ നിങ്ങളുടെ ഓറിയന്റേഷൻ സെഷനുകളെല്ലാം ഇതേപോലെ ഇപ്പൊ ഇന്നത്തെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ സെഷൻ ആയതുകൊണ്ട് കുറച്ച് ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. നാളെ മുതൽ നമുക്ക് സ്റ്റഡീസ് ഓറിയന്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് നമ്മുടെ സെഷനുകളിൽ വരാനായിട്ട് പോകുന്നുണ്ടാവുക. നിങ്ങളുടെ സിലബസ്, അതുപോലെ മാം നേരത്തെ പറഞ്ഞ പോലെ ഇഗ്നോ റിലേറ്റഡ് ആയിട്ടും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഇനിയുള്ള സെഷനുകളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സോ എല്ലാവരും മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാം.